രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സംഭവങ്ങൾക്കാണ് ഇത്തവണ തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചത്. ലോക സിനിമകൾ കാണാനെത്തിയവർക്ക് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. ചിത്രങ്ങൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാരും കാണികളും ചലച്ചിത്ര അക്കാദമിയും ഒരുമിച്ച് തീർത്തത് വലിയ പ്രതിരോധമായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം. വർഷങ്ങൾക്ക് മുൻപ് 1994 കോഴിക്കോട് നഗരത്തിലായിരുന്നു സിനിമാ മഹോത്സവത്തിന്റെ തുടക്കം. സിനിമാ കാലത്തിന് തുടക്കം കുറിച്ചത് കേരള ചലച്ചിത്ര അക്കാദമി രൂപീകരിക്കുന്നതിന് മുൻപ്. വിദേശ പ്രതിനിധികളുടെ സാന്നിധ്യമോ ആഘോഷങ്ങളോ ഇല്ലാതെ നടന്ന സിനിമാ പ്രദർശനം. അന്ന് ഭാവി എന്തെന്ന് പോലും അറിയില്ല. വിദേശ സിനിമകൾ കാണാൻ മാധ്യമമില്ലാത്ത ജനതയ്ക്ക് മേള അവസരങ്ങളൊരുക്കി. കോഴിക്കോടും കൊച്ചിയും പിന്നെ തിരുവനന്തപുരവും എത്തിയപ്പോഴും വിവാദ വിഷയങ്ങൾ ഏറെയുണ്ടായിട്ടും കോട്ടമൊന്നുമില്ലാതെ പിടിച്ചു നിന്നു. തിരുവനന്തപുരത്തെ സിനിമാ നഗരമാക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു. ഇപ്പോഴിതാ 30ാമത് IFFKയിലും പ്രദർശനങ്ങളുടെ താളം തെറ്റുമെന്ന് തോന്നലുണ്ടായി. പക്ഷേ മേളയുടെ രാഷ്ട്രീയ വെട്ടിന് സർക്കാരും അക്കാദമിയും ഒന്നിച്ച് പ്രതിരോധം തീർത്തു. തീരുമാനം അംഗീകരിക്കില്ലെന്ന് തീർത്തു പറഞ്ഞു. അതെന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന് കാരണം അവർ പറയുന്നില്ല, ഈ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. അതിനെന്താണ് കാരണം? ഇപ്പോൾ ബീഫ് എന്ന് പറയുന്ന പടത്തിൻ്റെ പേര് ബീഫ് എന്ന് ആയതുകൊണ്ട് മാത്രം ആ സിനിമ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. സിനിമയെ മൊത്തമായിട്ട് നിരാകരിക്കുന്നതാണ്. അപ്പോൾ അത് നിരോധിക്കപ്പെടുകയാണെങ്കിൽ നാളെ പബ്ലിക് ഡൊമൈനിൽ നിന്ന് മഹാത്മാഗാന്ധിയെ നിരോധിക്കും. മഹാത്മാഗാന്ധിയെപ്പറ്റി സംസാരിക്കരുത് നാളെ നമ്മളോട് പറയും. റദ്ദ് ചെയ്യപ്പെട്ട സിനിമകൾ IFFKയിൽ എത്തുമെന്നും നിരന്തര പരിശ്രമങ്ങൾ നടത്തുന്നുവെന്നും അക്കാദമി പറഞ്ഞുകൊണ്ടേയിരുന്നു. പലയിടങ്ങളിലും പ്രതിഷേധങ്ങളുണ്ടായി. ഞങ്ങൾ ഇത്രയെങ്കിലും പ്രതിഷേധിക്കേണ്ടതുണ്ട്. ഇന്നലെ 19 സിനിമകൾ വളരെ പെട്ടെന്നാണ് ഇവർ നിഷ്കരണം അതിനെ വെട്ടിക്കളഞ്ഞത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് പ്രതിഷേധിക്കേണ്ട ചുമതല നമ്മൾ. എന്തായിരുന്നാലും അത് ഒരു തരത്തിലും അംഗീകരിക്കാവുന്നതോ ഒരു തരത്തിലും നീതീകരിക്കാവുന്നതോ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ സൈക്ക് വെച്ച് യാതൊരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും CBSEയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒടുവിൽ ഒഴിവാക്കിയ 19 സിനിമകൾക്കും സർക്കാരിന്റെ പച്ചക്കൊടി. ഒരു സിനിമാ ക്ലൈമാക്സ് പോലെ കാണികൾ കൈയടിച്ചു. കത്രിക വയ്ക്കലുകൾക്ക് വഴങ്ങില്ലെന്നാണ് സർക്കാർ നിലപാട്. അത് കയ്യടികളോടെ സ്വീകരിക്കുന്നതാണ് അന്നും ഇന്നും ചലച്ചിത്രമേളയുടെ രാഷ്ട്രീയം. ക്യാമറമാൻ സിറിലിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.